മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദീർഘകാലം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന സൗമ്യ സാന്നിധ്യമായിരുന്ന, പെരുമാറ്റം കൊണ്ട് ആർക്കും മാതൃകാ പൊതുപ്രവർത്തകനായിരുന്ന തെന്നല അന്തരിച്ചു എന്ന വിവരമാണ് ഈ നിമിഷം വരുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 94 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സംശുദ്ധമായ പൊതുജീവിതം, സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. സജീവമായിരുന്നു. ഈ അടുത്ത കാലം വരെ, ആരോഗ്യസ്ഥിതി മോശമാകുന്നതുവരെയും സജീവമായിരുന്നു പൊതുരംഗത്ത്. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഈ അടുത്ത കാലം വരെയും അത് സജീവമായി ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്ന കാലം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെയും തർക്കങ്ങളുടെ വലിയ കാലമായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നാലെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള KPCC അധ്യക്ഷൻ ആയിരിക്കുമ്പോഴാണ് വീണ്ടും UDF കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷമാണ്, തെന്നലയ്ക്ക് ശേഷമാണ് K മുരളീധരൻ KPCC അധ്യക്ഷ പദവിയിലേക്കൊക്കെ എത്തുന്നതും. അതിലേക്ക് വരാം. അതിനു മുമ്പ് അനന്തകൃഷ്ണൻ, അനന്തൻ എവിടെ വെച്ച് എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? രതീഷ്, രാഷ്ട്രീയ കേരളത്തിന് ഒരു തീരാവേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിന് സംശുദ്ധനായൊരു രാഷ്ട്രീയ നേതാവിനെയാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങൾ ശാസ്താംകോട്ടയിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നടന്നപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും പങ്കെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞ് പോകുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസ് നേതൃത്വം വഹിച്ചിരുന്ന കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് അത് ഒരു കോൺഗ്രസിൻ്റെ ചരിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് സംശുദ്ധ രാഷ്ട്രീയത്തെ എന്നും ഉയർത്തിപ്പിടിച്ച നേതാവാണ്. ഗ്രൂപ്പ് പോരിന് ഒപ്പം പോകാതെ, മാത്രമല്ല ആർഭാട ജീവിതത്തിന് ഒപ്പം പോകാതെ ലളിത ജീവിതം നയിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു മാതൃകയായി ജീവിതം അനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കെൽപ്പ് എടുത്തു പറയാൻ ഉള്ളത് നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ 2001 തെരഞ്ഞെടുപ്പ് കാലഘട്ടം തന്നെയാണ്. അന്ന് നമുക്കറിയാം, ആന്റണിയും K കരുണാകരനും തമ്മിലുള്ള രാഷ്ട്രീയ പോര്, ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ചു നിന്ന ഒരവസ്ഥ, അതിനെ ഒരു രമ്യതയിൽ എത്തിച്ച് 2001 കേരളത്തിൽ UDFന് കോൺഗ്രസിന് ഒരു മികച്ച വിജയം സമ്മാനിച്ച KPCC അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം നേരിട്ടത് മറ്റ് ഒരു പ്രതിസന്ധി കൂടിയായിരുന്നു. ആ പ്രതിസന്ധിയെ വളരെ തന്മയത്വത്തോടെ അതിജീവിച്ച ഒരു രാഷ്ട്രീയ വ്യക്തിത്വം, എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സന്ധി കൂടിയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ജീവിതത്തിൽ അത് എന്ന് പറയാം. കാരണം ആ ഉജ്ജ്വല വിജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ആ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് K കരുണാകരനും ആന്റണിയും തമ്മിലുള്ള പോരിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ടാണ്. അന്ന് K മുരളീധരനെ KPCC അധ്യക്ഷനാകുമ്പോൾ ആ ഉജ്ജ്വല വിജയം സമ്മാനിച്ച KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു മടിയും കൂടാതെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അതിനുശേഷം പിന്നീട് PP തങ്കച്ചൻ, K മുരളീധരൻ മാറുമ്പോൾ PP തങ്കച്ചൻ താൽക്കാലിക KPCC അധ്യക്ഷനായി. അതിനുശേഷം വീണ്ടും തെന്നല ബാലകൃഷ്ണപിള്ള അധ്യക്ഷ സ്ഥാനത്ത് വരികയും ചെയ്തു. പിന്നീട് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആകുന്നതുവരെ തെന്നല ബാലകൃഷ്ണപിള്ള ആ സ്ഥാനം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിൻ്റെ 2 തവണ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തുകയും ചെയ്തു. 3 തവണ അടൂർ മണ്ഡലത്തിൽ തോൽവി രുചിക്കുകയും ചെയ്തു. പിന്നീട് 3 തവണ അദ്ദേഹം രാജ്യസഭാംഗവുമായി. 2009 അദ്ദേഹം രാജ്യസഭാ അംഗത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് പടിയിറങ്ങി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം സജീവമായിരുന്നില്ലെങ്കിൽ